ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിലബസ് അക്കാദമി. എല്ലാവരും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാന്റ് അഡാപ്റ്റേഷൻസ് ആണ്. അഡാപ്റ്റേഷൻ എന്താ? അഡാപ്റ്റേഷൻ എല്ലാവർക്കും അറിയാം. കാരണം നമ്മളെല്ലാവരും പലവിധ ജീവിത സാഹചര്യങ്ങളായിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? അപ്പോൾ എന്താണ് ആദ്യം അഡാപ്റ്റേഷൻ എന്ന് നോക്കാം. Okay, adaptations. Adaptations are special features that allow a plant or animal to live in a particular place or habitat. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനായിട്ട് ഒരു പ്ലാന്റിനോ ഒരു അനിമലിനോ സഹായിക്കുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സിനെയാണ് അഡാപ്റ്റേഷൻസ് എന്ന് നമ്മൾ പറയാം. അതുകൊണ്ട് തന്നെ ഒരു ഡെസേർട്ടിൽ കാണുന്ന ഒരു വെജിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടിൽ കാണുന്ന ഒരു അനിമലിന് ഉണ്ടാവുന്ന അതേ ഫീച്ചേഴ്സ് ആയിരിക്കില്ല ഒരു കോൾഡർ ആയിട്ടുള്ള റീജിയനിൽ കാണുന്ന അനിമൽസിന്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താ? അതിന് ഈ ഒരു അല്ലെങ്കിൽ ഈ ഡെസേർട്ടിൽ ജീവിക്കുന്ന ഒരു അനിമലിനാണെങ്കിൽ അതിന് ആ ഒരു ചൂടുള്ള കണ്ടീഷനിൽ ജീവിക്കാനായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അത് മാത്രം മതി. മറ്റേ ഓപ്പോസിറ്റ് ആണെങ്കിലോ, കോൾഡർ ആയിട്ടുള്ള റീജിയനിൽ എന്തൊക്കെയാണോ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണോ ആ ഒരു റീജിയനുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് വേണ്ടത്, ആ ഒരു ഫീച്ചേഴ്സ് മതി. അപ്പൊ ഇതും രണ്ടും രണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഡെസേർട്ടിൽ കാണുന്ന അനിമൽസ് കോൾഡർ ആയിട്ടുള്ള റീജിയനിൽ കാണാത്തത്. അതുപോലെ തന്നെ നേരെ തിരിച്ച് കോൾഡർ ആയിട്ടുള്ള റീജിയനിലുള്ള അനിമൽസിനെ നമ്മൾ ഡെസേർട്ടഡ് റീജിയൻ അല്ലെങ്കിൽ ഡെസേർട്ടിൽ നമ്മൾ കാണാത്തതും ഈ ഒരു കാരണം കൊണ്ടാണ്. ഈ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫീച്ചർ എല്ലാ അനിമൽസിനും ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഈ അഡാപ്റ്റേഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെയാണ് സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻസ്. ആ പേര് പറയുന്ന പോലെ തന്നെ സ്ട്രക്ചറൽ, അതായത് എന്താ, ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഒരു പ്ലാന്റോ ഒരു ആനിമലോ കാണിക്കുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താ, അവർക്ക് ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു എൻവയോൺമെന്റുമായിട്ട് ജീവിക്കാനായിട്ട്, അതിനെ യോജിച്ച് ജീവിക്കാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻ. അതായത് ആ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റിൽ കാണുന്ന ആ ഒരു ജീവി അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് കാണിക്കുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ ബിഹേവിയർ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് എന്ന് പറയാം. അപ്പോൾ എല്ലാ എൻവയോൺമെന്റിൽ കാണുന്ന ജീവികൾക്കും സർവൈവ് ചെയ്യണം, അല്ലെ? സർവൈവ് ചെയ്യാനായിട്ടുള്ള ഇത്തരം ഫീച്ചേഴ്സിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൽ സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻ നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയാം ക്യാമൽ ആണ്. ക്യാമൽ എന്ന് പറയുമ്പോൾ ക്യാമലിന് ഒരു ഹമ്പ് ഉണ്ട്, അതിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ട്. ക്യാമൽ കാണുന്നത് എങ്ങനെയുള്ള റീജിയനിലാണ്? ഡെസേർട്ട് റീജിയനിലാണ്. അപ്പൊ അവിടെ എന്താ, വെള്ളം വളരെ കുറവാണ്. പക്ഷെ ഈ ക്യാമലിന് എനർജി അപ്പോൾ ആവശ്യം വരുമ്പോൾ ഈ ഒരു ഫാറ്റ് ഡെപ്പോസിഷനിൽ നിന്നാണ് അത് കൺസ്യൂം ചെയ്യുക. അപ്പൊ അത് നമുക്കൊരു സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ബിഹേവിയർ അഡാപ്റ്റേഷനിൽ നമ്മൾ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഹൈബർനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതായത് കോൾഡർ ആയിട്ടുള്ള റീജിയണില് ഒരു പീരീഡ് വരെ അവിടെയുള്ള ആനിമൽസ് ഹൈബർനേഷന് പോകും, അല്ലെങ്കിൽ അവര് ഒരു റെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് പോകും. അപ്പൊ ഇതൊരു ബിഹേവിയറൽ അഡാപ്റ്റേഷൻ ആണ്. ഇതാണ് വ്യത്യാസം. ഓക്കെ, ഇനി ഓരോ റീജിയണിൽ അല്ലെങ്കിൽ ഓരോ ബയോമിൽ കാണിക്കുന്ന പ്ലാന്റ്സ് കാണിക്കുന്ന പല പല മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഹാബിറ്റാറ്റ് ആണ് നമ്മൾ ഡെസേർട്ട് എന്ന് എടുത്തു. ഇപ്പൊ ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹോട്ട് പ്ലേസ് ആണ്, വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. 10 ഇഞ്ചസ് പെർ ഇയർ ആണ് അവിടെ ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആനുവൽ റെയിൻഫാൾ എന്ന് പറയുന്നത് 10 ഇഞ്ചസ് പെർ ഇയർ ആണ്. ഇനി അവിടെ കാണിക്കുന്ന പ്ലാന്റ്സ് കാണിക്കുന്ന അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി പ്ലാന്റ് അഡാപ്റ്റേഷനിലെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നതാണ് അവിടെ വളരുന്ന പ്ലാന്റ്സ് സക്യുലൻസ് ആയിരിക്കും. സക്യുലൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള, അകത്ത് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ടൈപ്പിലുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ സക്യുലൻസ് എന്ന് പറയാം. അവരുടെ സ്റ്റെമ്മിലും ലീവ്സിലുമായിട്ട് അവര് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ സക്യുലന്റ് പ്ലാന്റ്സ് ആണ് ഡെസേർട്ടഡ് റീജിയണിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇനി in most of the plants, leaves are modified into spines to reduce the water loss.
ഇറ്റ് ഓൾസോ ഡിസ്കറേജ് അനിമൽസ് ഫ്രം ഈറ്റിംഗ് പ്ലാന്റ്സ്. അപ്പൊ എന്തൊരു പ്രത്യേകത പറയുന്നത്, അവിടെയുള്ള പ്ലാന്റ്സിന്റെ ലീവ്സ് എന്ന് പറയുന്നത് സ്പൈൻസ് ആയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നു, മുള്ളുകളായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്കറിയാം, ഒരു പ്ലാന്റിന്റെ അകത്ത് വാട്ടർ ഉണ്ട്. ആ വാട്ടർ പുറത്തേക്ക് പോകുന്നത് ട്രാൻസ്പിറേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വഴിയായിട്ടാണ്. ഈ ട്രാൻസ്പിറേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഒരു പ്ലാന്റിന്റെ ലീഫിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ലീഫിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ സ്പൈൻസ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ലേ? അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് അങ്ങനെ ഒരു ഫീച്ചർ അഡാപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വാട്ടർ ലോസ് എന്ന് പറയുന്ന കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലീവ്സിനെ മോഡിഫൈ ചെയ്ത് സ്പൈൻ ആക്കിയിരിക്കുന്നു. അപ്പൊ ഇതൊരു അഡാപ്റ്റേഷൻ ആണ് ഡെസേർട്ടിലുള്ള പ്ലാന്റ്സിന്റെ. ഓക്കെ, അതുപോലെ തന്നെ ആനിമൽസ് ഇവരെ കഴിക്കാതിരിക്കാനായിട്ടും ഈ ഒരു സ്പൈൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വാക്സി കോട്ടിംഗ് ഓൺ സ്റ്റെംസ് ടു ഹോൾഡ് വാട്ടർ. അവയ്ക്ക് ഒരു വാക്സി കോട്ടിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവരുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോവർ ആയിരിക്കും. കാരണം എനർജി കൺസപ്ഷൻ കുറച്ചിട്ടാണ് ഉപയോഗിക്കാൻ. കാരണം ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എനർജി കൺസപ്ഷൻ കുറയ്ക്കുന്ന രീതിയിൽ ഗ്രോത്തിനെ കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് കുറച്ചിട്ടുള്ള ഒരു വെജിറ്റേഷൻ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. ഇത്രയുമാണ് നമ്മൾ ഡെസേർട്ടിലുള്ള പ്ലാന്റിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ പറയാം. ഇനി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്ന് നമ്മൾ പറയും. അവിടെ എന്താണ്, ചൂടുണ്ട്, എന്നാൽ അവിടെ റെയിൻഫോളും ഉണ്ട്. അത് ഒരു 80 to 180 ഇഞ്ചസ് പെർ ഇയർ ആണ് അവിടെ കാണുന്ന റെയിൻഫോൾ എന്ന് പറയുന്നത്. ഇനി ഹെവി റെയിൻഫോൾ കോസസ്, ഇനി ഇതേപോലെ തന്നെ റെയിൻഫോൾ ഒരു അധികമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്തൊക്കെ വരും? ഫ്ലഡിങ് വരാം, പിന്നെ മണ്ണൊലിപ്പ്, സോയിൽ ഇറോഷൻ വരാം. അതുവഴി ന്യൂട്രിയൻസും എല്ലാരും അവിടെ നിന്ന് ഒലിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ കാണുന്ന പ്ലാന്റ്സിനുള്ള അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ കാണുന്ന പ്ലാന്റ്സ് മെയിൻ ആയിട്ട് രണ്ട് തരത്തിൽ റൂട്ട് കാണിക്കാറുണ്ട്. അതായത് പ്രൊപ്പ് റൂട്ട്സും സ്റ്റിൽറ്റ് റൂട്ടും. ഈ പ്രൊപ്പ് റൂട്ട്സ് എന്ന് പറയുന്നത് ബെന്യൻ ട്രീയിൽ കാണിക്കുന്ന ഒരു, അല്ലെങ്കിൽ ബെന്യൻ ട്രീയിൽ നമ്മൾ കാണുന്ന ഒരു ഫീച്ചറാണ്, ഒരു അഡാപ്റ്റേഷൻ ഫീച്ചറാണ് ഈ പ്രൊപ്പ് റൂട്ട്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഏരിയൽ റൂട്ട് ദാറ്റ് പ്രൊവൈഡ് അഡീഷണൽ സപ്പോർട്ട് ടു പ്ലാന്റ്. പ്ലാന്റിന് അഡീഷണൽ ആയിട്ടൊരു സപ്പോർട്ട്. ഇപ്പൊ ബെന്യൻ ട്രീ എടുക്കുകയാണെങ്കിൽ ഓൾറെഡി അതിന് റൂട്ട് മണ്ണിന്റെ താഴെയുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ എന്താ വലിയതായിട്ടുള്ള ഒരു മരം ആയതുകൊണ്ട് തന്നെ അതിന്റെ ബ്രാഞ്ചസിൽ നിന്ന് കുറച്ച് റൂട്ട് വരും. അപ്പോ ഈ ഒരു റൂട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണ ഒരു റൂട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും, അല്ലെ, വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ പ്രൊപ്പ് റൂട്ട്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൊപ്പ് റൂട്ട്സ് കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രീ ആണ് നമ്മൾ എന്ത് പറയാ, ബെന്യൻ ട്രീ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റിൽറ്റ് റൂട്ട്സ്. സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുമ്പോൾ മറ്റേതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇവര് ഈ ഒരു റൂട്ട്സ് കാണുന്നത് മെയ്സിലാണ് കൂടുതലായിട്ട്, അല്ലെങ്കിൽ മെയ്സിലാണ് നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയാം. മറ്റുള്ള പ്ലാന്റ്സിലും കാണുന്നുണ്ട്. അപ്പോൾ മെയ്സില് അറ്റ് ദ ബേസ്, അതായത് ബേസ് റീജിയനിൽ നിന്ന് എറേസ് ചെയ്യുന്ന റൂട്ടിനെയാണ് നമ്മൾ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയാം. മെയ്സിൽ ഓൾറെഡി റൂട്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബേസിൽ നിന്നും എറേസ് ചെയ്യുന്ന ഇത്തരം റൂട്ട്സിനെയാണ് നമ്മൾ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയാം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ഓഫ് റൂട്ട് ഉണ്ട്, വെലാമൻ റൂട്ട്. വെലാമൻ റൂട്ട്സ് നമ്മൾ ഓർക്കിഡ്സിലൊക്കെ നമ്മൾ കാണുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഓർക്കിഡ് ഉണ്ടാവില്ലേ, അതിന് അതിന്റെ നോർമൽ ആയിട്ടുള്ള റൂട്ട് അല്ലാതെ ഇത്തരത്തിലുള്ള വെലാമൻ റൂട്ടുകൾ നമുക്ക് കാണാറുണ്ട്. ഈ വെലാമൻ റൂട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓർക്കിഡ് എന്ന് പറയുന്നത് ഒരു എപ്പിഫൈറ്റിക് പ്ലാന്റ് ആണ്. മറ്റൊരു ഹോസ്റ്റിൽ ഒട്ടിപ്പിടിച്ച് വളരുന്ന, മെയിൻ ആയിട്ട് നമ്മളിപ്പോ അത് വളർത്തുമ്പോഴായാലും ശരി, നമ്മൾ ഒരു തെങ്ങിലോ ഒരു അടക്കാമരത്തിലോ ഒക്കെ ഇങ്ങനെ ചകിരി വെച്ചിട്ട് കെട്ടിയിട്ടാണ് നമ്മളിത് കൂടുതലായിട്ട് അങ്ങനെ വളർത്താറ്. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കാനായിട്ട്, ഒരു ഹോസ്റ്റലിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന
റൂട്ടാണ് ഈ വെലാമൻ റൂട്ട്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവര് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ന്യൂട്രിയൻസും അതേപോലെ തന്നെ വെള്ളവും ഒക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ഈ വെലാമൻ റൂട്ടിനുണ്ട്. അറ്റ്മോസ്ഫിയറിക് നൈട്രജനും ഒക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഈ വെലാമൻ റൂട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ് അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കാണുന്ന പ്ലാന്റ്സ് കാണിക്കുന്ന അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? റൂട്ട് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റിൽറ്റ് റൂട്ട് കാണിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓർക്കിഡ്സിന്റെ വെലാമൻ റൂട്ട് ഉണ്ട്. ഇതൊക്കെ ഒരു അഡാപ്റ്റേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ആണ് സ്നോ ഫോറസ്റ്റ്, ടൈഗ എന്ന് നമ്മൾ പറയും. ടൈഗ ഹാസ് കോൾഡ് വിന്റേഴ്സ് ആൻഡ് വാം സമ്മേഴ്സ്. അപ്പൊ ആ ഒരു റീജിയനിലെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ വിന്റർ റീജിയണിൽ വളരെ തണുപ്പായിരിക്കും, സമ്മർ റീജിയണിൽ വളരെ ചൂടായിരിക്കും. അപ്പൊ രണ്ടും എക്സ്ട്രീം ആണ്. ചൂടായാലും ശരി തണുപ്പായാലും ശരി എക്സ്ട്രീം കണ്ടീഷനുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ടൈഗ അല്ലെങ്കിൽ സ്നോ ഫോറസ്റ്റ് എന്ന് നമ്മൾ പറയാം. സം പാർട്സ് ഓഫ് ടൈഗ ഫോറസ്റ്റ് ആർ പെർമനന്റ്ലി ഫ്രോസൺ. ചില ഭാഗങ്ങൾ പെർമനന്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട്. ഓക്കെ, ഇനി അവിടെ കാണുന്ന പ്ലാന്റ്സിന് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ഉണ്ടാകാം? മെനി ട്രീസ് ആർ എവർഗ്രീൻ സോ ദാറ്റ് പ്ലാന്റ്സ് ക്യാൻ ഫോട്ടോസിന്തസൈസ് റൈറ്റ് അവേ വെൻ ടെമ്പറേച്ചർ റൈസ്. അപ്പൊ ടെമ്പറേച്ചർ എപ്പോ വരുന്നോ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ റൈസിന്റെ സമയത്ത് എപ്പോഴാണ് സൺലൈറ്റ് വരുന്നത് അപ്പൊ ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഇനി അതുപോലെ വേറൊരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള പ്ലാന്റ്സിന്റെ ലീവ്സ് എന്ന് പറയുന്നത് നീഡിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ടാകും. നീഡിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇപ്പൊ സാധാരണ ഒരു ലീഫില് മഞ്ഞ് വന്ന് വീഴുകയാണെങ്കിൽ ആ ഒരു മഞ്ഞ് എത്രത്തോളം വന്ന് വീഴുന്നു ആ വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇത് താഴേക്ക് വീഴാം, അല്ലെ? കുറച്ചു നേരമെങ്കിലും ആ ഒരു ലീഫ് അത് ഹോൾഡ് ചെയ്ത് നിൽക്കും. പക്ഷെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഈ മഞ്ഞ് സ്ലൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ലീഫ് ഇങ്ങനെ നീഡിലായിട്ട് മോഡിഫൈ ചെയ്തിട്ട് കാണുക. അതാണ് അവിടെയുള്ള ഒരു പ്ലാന്റ്സിന്റെ ലീവ്സിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു അഡാപ്റ്റേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ലീവ്സ് മോഡിഫൈ ചെയ്തിട്ട് ഒരു നീഡിൽ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണപ്പെടുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമുക്ക് വെള്ളം അധികം പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇതിൽ വീഴുന്ന മഞ്ഞ് പെട്ടെന്ന് തന്നെ സ്ലൈഡ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു അഡാപ്റ്റേഷൻസ് അവിടുത്തെ ലീഫ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനും എന്തുണ്ട്? ഒരു വാക്സി കോട്ടിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞില്ലേ ഡെസേർട്ടഡ് പ്ലാന്റ്സിൽ ഒരു വാക്സി കോട്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു വാക്സി കോട്ടിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ദ തുന്ദ്ര. അപ്പോ തുന്ദ്ര റീജിയണിൽ വളരുന്ന പ്ലാന്റ്സ് കാണിക്കുന്ന അഡാപ്റ്റേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുക. അപ്പൊ തുന്ദ്ര റീജിയൻ എന്ന് പറയുമ്പോൾ കൺസിസ്റ്റന്റ്ലി ഫ്രിജിഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് വളരെ എന്താ എപ്പോഴും ഇങ്ങനെ തണുത്തുറഞ്ഞു കിടക്കുന്ന സ്ഥലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഒരു റീജിയൻ ആണ് തുന്ദ്ര റീജിയൻ എന്ന് പറയുന്നത്. ഷോർട്ട് കൂൾ സമ്മർ, അതായത് അവിടുത്തെ സമ്മർ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കും. വിന്റർ ആണ് കൂടുതലായിട്ട് അവിടെ ആ ഒരു പ്രദേശത്ത് കൂടുതലായിട്ട് ഉണ്ടാവുക വിന്റർ സീസൺ ആണ്. ഇറ്റ് റിസീവ്സ് ലിറ്റിൽ പ്രസിപ്പിറ്റേഷൻസ് ബട്ട് യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് സ്നോ ഓർ ഐസ്. അവിടെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് മഴയായിരിക്കില്ല, മിക്കപ്പോഴും സ്നോ ആയിട്ടോ ഐസോ ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ആലിപ്പഴം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയൊക്കെയാണ് അവിടെ പ്രസിപ്പിറ്റേഷൻ സംഭവിക്കുക എന്നാണ് പറയുന്നത്. ഇനി അവിടെ കാണുന്ന പ്ലാന്റ്സ് കാണിക്കുന്ന അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുന്ദ്ര പ്ലാന്റ്സ് ആർ small and low growing due to the lack of nutrients because being close to the ground help keep the plants from freezing. അപ്പോ ഈ റീജിയണിൽ കാണുന്ന വെജിറ്റേഷൻ അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും അവര് മണ്ണിൽ ഇങ്ങനെ അല്ലെങ്കിൽ റോക്കിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ടൈപ്പ് ആയിരിക്കും. അവരധികം ഹൈറ്റ് ഒന്നും വെക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രീസിങ് ആണ്, അല്ലെ? അപ്പോൾ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറ്റിപ്പിടിച്ച് കാണും. അതുപോലെ തന്നെ പല പ്ലാന്റിനും ഒരു ഹെയറി ആയിട്ടുള്ള ഒരു കവറിങ്ങോ നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കും. സം പ്ലാന്റ്സ് ആർ കവേർഡ് വിത്ത് ഹെയർ വിച്ച് ഹെൽപ്പ്
ഹെൽപ്പ് കീപ് ദം വാം. അപ്പൊ അവർക്ക് ഒരു ചൂട് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ ഒരു ജാക്കറ്റ് ഇടുന്ന പോലെ അവർക്കൊരു ഹെയറി ആയിട്ടുള്ള ഒരു കവറിങ് കൂടെ കാണാനായിട്ട് സാധിക്കും. ഇനി പ്ലാന്റ്സ് ആർ ഡാർക്ക് ഇൻ കളർ. പ്ലാന്റ്സ് മോസ്റ്റ്ലി ഡാർക്ക് ഇൻ കളർ ആയിരിക്കും. സം ആർ ഈവൻ റെഡ്, ചിലത് ചുവന്നിരിക്കും അല്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കും. ദിസ് ഹെൽപ് ദം അബ്സോർബ് സോളാർ ഹീറ്റ്. അപ്പോൾ ഈ ഒരു കളർ എന്ന് പറയുന്നത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് തുണ്ട്ര റീജിയനിലുള്ള പ്ലാന്റ്സ് കാണിക്കുന്ന അഡാപ്റ്റേഷൻസ്. ഇനി വാട്ടറിൽ കാണുന്ന പ്ലാന്റ്സ് കാണിക്കുന്ന അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഒക്കെ തന്നെയാണ് നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന കുളത്തിലും ഒക്കെ കാണുന്ന ലോട്ടസ്, പിന്നെന്താ ആമ്പൽ, ഇതൊക്കെ ഇതിന് ഒരു എക്സാമ്പിൾ ആണ്, ഈ വാട്ടർ പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അത് കാണിക്കുന്ന അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഒക്കെ ആയിരിക്കും. അണ്ടർ വാട്ടർ ലീവ്സ് ആൻഡ് സ്റ്റെംസ് ആർ ഫ്ലെക്സിബിൾ ടു മൂവ് വിത്ത് ദ വാട്ടർ കറന്റ്. അപ്പോൾ അതിന്റെ സ്റ്റെം എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്. വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് അല്ലേ ഈ ഒരു ലോട്ടസ് അല്ലെങ്കിൽ വാട്ടർ ലില്ലി എന്നൊക്കെ പറയുന്നത്. ഇനി സം പ്ലാന്റ്സ് ഹാവ് എയർ സ്പേസസ് ഇൻ ദർ സ്റ്റെംസ് ടു ഹോൾഡ് ദ പ്ലാന്റ് ടു ഹെൽപ്പ് ഹോൾഡ് ദ പ്ലാന്റ് അപ്പ് വിത്ത് വാട്ടർ. അപ്പോ ഇവരുടെ സ്റ്റെം എന്ന് പറയുന്നത്, സ്റ്റെമ്മില് ഒരുപാട് എയർ സ്പേസസ് ഉണ്ടാകും. അപ്പൊ ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കാനും അതോടൊപ്പം തന്നെ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടും ഈ ഒരു എയർ സ്പേസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി their leaves float on the water exposing themselves to the sunlight. അപ്പൊ ഇതിങ്ങനെ ലീഫ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടാ നിൽക്കുക അല്ലെ. ആ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആമ്പലിന്റെ ആയാലും ശരി താമരയുടെ ആയാലും ശരിയൊക്കെ ലീഫ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്താ നിൽക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? സൺലൈറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി സർഫസ് ഓഫ് ദ ലീവ്സ് ഇസ് വാക്സി ടു റിപ്പൽ വാട്ടർ. അപ്പോ ഈ ഒരു ലീഫിന്റെ സർഫസ് എന്ന് പറയുന്നത് വാക്സി ആണ്, ഒരു വാക്സി കവറിങ് ഉണ്ട്. അപ്പോ ഇങ്ങനെ അത് എന്താ പറയാ, ചില കുടയുടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോവില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു റിപ്പലിംഗ് ഫീച്ചർ ഈ ഒരു വാക്സി കോട്ടിംഗ് കൊണ്ട് ആ ലീഫിന് കൊടുക്കുന്നു. സം പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സീഡ്സ് ദാറ്റ് ക്യാൻ ഫ്ലോട്ട്. അപ്പൊ ചില പ്ലാന്റ്സ് ഇതേപോലെ തന്നെ ഫ്ലോട്ട് ചെയ്യുന്ന സീഡ്സും ഉണ്ടാക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വാട്ടർ പ്ലാന്റ്സ് കാണിക്കുന്ന അഡാപ്റ്റേഷൻസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് പല പല പ്ലാന്റ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ പല പല റീജിയണിൽ കാണുന്ന പ്ലാന്റ്സ് ഏതൊക്കെ അഡാപ്റ്റേഷൻസ് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസേർട്ടിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അവയെല്ലാവരും എന്തായിരിക്കും? സക്യുലൻസ് ആയിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? അവരുടെ ലീഫ് ഒക്കെ മോഡിഫൈ ചെയ്ത് സ്പൈൻസ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതാണ് മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം. പിന്നെ ഒരു വാക്സി ലെയർ അവർക്ക് ഉണ്ടാവാറുണ്ട്, ലീവ്സിനും ഉണ്ടാവാറുണ്ട്. ഇനി അതുപോലെ തന്നെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കാണുന്ന വെജിറ്റേഷൻ എന്ന് പറയുന്നത് കാണിക്കുന്നത് 3 റൂട്ടാണ്. പ്രൊപ്പർ റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട് ആൻഡ് എപ്പിഫൈറ്റിക് പ്ലാന്റ്സ്, അതായത് ഓർക്കിഡ്സ് കാണിക്കുന്ന വെല്ലാമൻ റൂട്ട്സ്. ഇനി സ്നോ ഫോറസ്റ്റിലുള്ള പ്ലാന്റ്സിനാണെങ്കിൽ അവരുടെ ലീഫ് മോഡിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നീഡിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഇതിനും എന്തുണ്ട്? വാക്സി കോട്ടിങ് ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി തുണ്ട്ര റീജിയനിലുള്ള പ്ലാന്റ്സിന്റെ വെജിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ വളരുന്ന പ്ലാന്റ്സ് കൂടുതലും എന്തായിരിക്കും? സ്മോൾ സൈസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ റോക്കിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒക്കെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ ഇതിന്റെ കുറച്ച് കളറേഷൻ എന്ന് പറയുന്നത് ഒരു റെഡ്, ബ്ലാക്ക് അങ്ങനെ ഒരു കളറേഷൻ ആണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിലതിന് ഹെയറി ആയിട്ടുള്ള ഒരു കവറിങ് കൂടെ ഉണ്ടാവാറുണ്ട്. ഇനി അടുത്തതാണ് പ്ലാന്റ് അഡാപ്റ്റേഷൻസ് ഇൻ വാട്ടർ. അപ്പോൾ വാട്ടറിൽ കാണുന്ന പ്ലാന്റ്സിന് എന്ന് പറയുന്നത് അവരുടെ ലീഫും സ്റ്റെം ഒക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഈ സ്റ്റെമ്മിന്റെ അകത്ത് കുറച്ച് എയർ സ്പേസസ് ഉണ്ടാകും. പിന്നെ ഈ ലീഫ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ സൺലൈറ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനെ വാട്ടർ റിപ്പൽ ചെയ്യാനായിട്ട് ഒരു വാക്സി കോട്ടിംഗ് കൂടെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ ഡെസേർട്ട് പ്ലാന്റ്സ് ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ് ടു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ലീവ്സ് മോഡിഫൈ ചെയ്തിരിക്കുക?
ഡെസേർട്ട് പ്ലാന്റ്സിൽ പ്രൊട്ടക്ട് ഗ്രോയിങ് അപ്പെക്സ്, റെഡ്യൂസ് റെസ്പിറേഷൻ, റെഡ്യൂസ് വാട്ടർ ലോസ് ബൈ ട്രാൻസ്പിറേഷൻ, എക്സ്പോസ് ടു ലൈറ്റ് മോർ ക്ലോറൻകൈമാറ്റസ് ടിഷ്യൂ. എന്തായിരിക്കും ആൻസർ? നമുക്കറിയാം എന്താ, റെഡ്യൂസ് വാട്ടർ ലോസ് ബൈ ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ വഴിയായിട്ടുള്ള വാട്ടർ ലോസ് തടയാൻ വേണ്ടിയിട്ടാണ് ലീവ്സ് സ്പൈനായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. എവിടെ കാണുന്ന പ്ലാന്റ്സിൽ? ഡെസേർട്ടിൽ കാണുന്ന പ്ലാന്റ്സിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്ലാന്റ് ഹാവിംഗ് സ്റ്റിൽറ്റ് റൂട്ട്. സ്റ്റിൽറ്റ് റൂട്ട് കാണിക്കുന്ന പ്ലാന്റ് ഏതാണ്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതായിരുന്നു? മെയ്സ് അല്ലെ? അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്: ബീറ്റൽ, ഫൈക്കസ്, മെയ്സ്, ടൈനോസ്പോറ. അപ്പൊ ഇതിൽ ഏതാണ് സ്റ്റിൽറ്റ് റൂട്ട് കാണിക്കുന്നത്? മെയ്സ് ആണ് സ്റ്റിൽറ്റ് റൂട്ട് കാണിക്കുന്നത്. പിന്നെ ബെന്യൻ ട്രീ കാണിക്കുന്ന റൂട്ടിനെ നമ്മൾ എന്ത് പറയും? പ്രൊപ്പ് റൂട്ട് എന്ന് പറയും. ഓർക്കിഡ് കാണിക്കുന്നത് വെലാമൻ റൂട്ട് എന്ന് പറയും. മാറിപ്പോവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ഏതാണെന്ന് പഠിച്ചു വെക്കാം. ഇനി പ്ലാന്റ്സ് ഇൻ ടുണ്ട്ര റീജിയൻ ആർ. ടുണ്ട്ര റീജിയനിൽ കാണുന്ന പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സക്യുലന്റും എവർഗ്രീനും ആയിരിക്കോ? ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു നീഡിൽസ് ആയിരിക്കോ? ഗ്രോ സ്ലോവർ ടു റെഡ്യൂസ് എനർജി ആണോ? കവേർഡ് വിത്ത് ഹെയർസ് ടു കീപ് ദം വാം. അപ്പൊ എന്താണ് ഇതിനകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ടുണ്ട്ര റീജിയനിൽ കാണുന്ന പ്ലാന്റ്സ് കാണിക്കുന്ന ഫീച്ചേഴ്സ് ഏതാണ്? ഒന്നേ ഉള്ളൂ അല്ലെ, കവേർഡ് വിത്ത് ഹെയർസ് ടു കീപ് ദം വാം. അതായത് ഹെയർ ഉണ്ട്, ആ ഒരു ഹെയർ അവർക്ക് കുറച്ച് ചൂട് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ചൂട് നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ടുണ്ട്ര റീജിയനിൽ കാണുന്ന പ്ലാന്റ്സ് കാണിക്കുന്ന അഡാപ്റ്റേഷൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.